നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ കരുത്തു പകരുന്നു. 2026 ഏപ്രിൽ മാസത്തിൽ മാത്രം റഷ്യയുടെ എണ്ണ വരുമാനം എന്നത് $9 ബില്യൺ, അതായത് ഏകദേശം 700 ബില്യൺ റൂബിൾ ഉയർന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ചിരുന്ന $4.9 ബില്യൺ ഏകദേശം ഇരട്ടിയോളമാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതായാണ് മോസ്കോയ്ക്ക് ഈ സാമ്പത്തിക നേട്ടം സമ്മാനിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു നീക്കം തടസ്സപ്പെടുമെന്ന ആശങ്കയും എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ആഗോള വിപണിയിലെ ഉയർന്ന ഡിമാൻഡ് കാരണം ഈ പരിധികളെയെല്ലാം മറികടന്നുള്ള വിലയാണ് ഇപ്പോൾ റഷ്യക്ക് ലഭിക്കുന്നത്. ഉക്രൈൻ യുദ്ധം തുടരുന്ന ഘട്ടത്തിൽ എണ്ണയിൽ നിന്നുമുള്ള ഈ അധിക വരുമാനം റഷ്യൻ സൈനിക ചെലവുകൾക്കും ആഭ്യന്തര വികസന പ്രവർത്തനങ്ങൾക്കും വലിയ ഊർജമാണ് നൽകുന്നത്. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യാൻ നിലവിലെ സാഹചര്യം റഷ്യയെ സഹായിക്കുന്നുണ്ട്. നേരത്തെ വൻ ഡിസ്കൗണ്ടുകളോടെ എണ്ണ നൽകിയിരുന്ന റഷ്യ വിപണി വില ഉയർന്നതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഇന്ധനം വിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത തുടരുകയാണ് എങ്കിൽ വരും മാസങ്ങളിൽ റഷ്യയുടെ ഖജനാവിലേക്ക് കൂടുതൽ വിദേശ നാണ്യം ഒഴുകിയെത്തുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം. അതേസമയം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കേബിളുകളും പൈപ്പ് ലൈനുകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിലെത്തിയ റഷ്യൻ അന്തർവാഹിനികളെ നിരീക്ഷിക്കുവാനും പിന്തുടരുവാനും UK, നോർവേയും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അയച്ചിരിക്കുകയാണ്. 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ദൗത്യം എന്നാണ് UK സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടുത്തുണ്ടായിരുന്ന റഷ്യൻ അന്തർവാഹിനികളുടെ നീക്കം സംശയകരം എന്നാണ് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കിയത്. 1 മാസത്തിനു ശേഷം റഷ്യൻ അന്തർവാഹിനികൾ അവിടെ നിന്നും മടങ്ങിയതായും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും UKക്കും സഖ്യകക്ഷികൾക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ റഷ്യ എന്നത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും റഷ്യയിൽ നിന്നുമുള്ള ശ്രദ്ധ മാറണമെന്നുമാണ് പുതിൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പുതിനിൽ നിന്നും ശ്രദ്ധ മാറ്റില്ല. കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും മുകളിലുള്ള റഷ്യയുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ കാണുന്നുണ്ട് എന്നും അവ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടയുകയും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഹീലി പറയുന്നുണ്ട്. അതായത് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റഷ്യയുടെ 3 അന്തർവാഹിനികളെയാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. പുതിൻ ആസൂത്രണം ചെയ്തതുപോലെ അന്തർവാഹിനികളുടെ നീക്കങ്ങൾ രഹസ്യമായിരുന്നില്ലെന്നും അവ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തങ്ങളുടെ സൈന്യം റഷ്യയെ ബോധ്യപ്പെടുത്തിയതായും ഹീലി കൂട്ടിച്ചേർത്തു. ഏതായാലും യുദ്ധവും അന്തർവാഹിനികളും ഒക്കെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.